ചൈനയിൽ ഇന്ത്യ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ മുന്നിലിരുത്തിക്കൊണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള പ്രമേയം ഇന്ത്യ അവതരിപ്പിച്ചു. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യത്തിൽ പാകിസ്ഥാൻ ഇത് കണ്ടിട്ട് ഒന്നുകിൽ ഭയന്ന് കാണും, അല്ലെങ്കിൽ ഞെട്ടിക്കാണും. അങ്ങനെയല്ലേ കരുതേണ്ടത്? കാര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ വിജയം എന്നാണ് ഇതിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ 20 രാജ്യത്തിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ് നടക്കുന്നത്. അതിലൊരാൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫാണ്. അപ്പോൾ ഷഹ്ബാസ് ഷെരീഫ് പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയുടെ പൊതു പ്രമേയത്തിൽ പറയുകയാണ്, ഈ ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് പാടില്ല. ഭീകരവാദം അത് ആർക്കെതിരെ എപ്പോൾ നടത്തിയാലും അത് ശക്തമായി എതിരിടേണ്ടതാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാട് ആര് സ്വീകരിച്ചാലും അത് അസ്വീകാര്യമാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന തരത്തിലുള്ളൊരു പ്രമേയമാണ് ഇന്ത്യ മുൻകൈയെടുത്ത് അവതരിപ്പിച്ചത്. അത് അംഗീകരിക്കപ്പെട്ടു. എല്ലാ ലോക നേതാക്കളും അതിനോട് യോജിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഘടകം. മുൻപ് ഈ ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടി അല്ലെങ്കിൽ ആ യോഗം മുൻപ് നടന്നതാണ്, കഴിഞ്ഞ ജൂണിൽ നടന്നതാണ്. അവിടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിൻ്റെ സംയുക്ത പ്രസ്താവന ഒപ്പിടാതെ ഇറങ്ങിപ്പോകുന്നതാണ്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വാക്ക് ആ ഒരു സംയുക്ത പ്രമേയത്തിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ബലൂചിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി അതിൽ പരാമർശം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യക്കുള്ള പരോക്ഷ വിമർശനമാണ് അതിലുള്ളത് എന്നുള്ളതും വ്യക്തം. ആ ഒരു ഘട്ടത്തിലാണ് രാജ്നാഥ് സിംഗ് ആ ഒരു കരാർ ഒപ്പിടാതെ പോകുന്നത്. പക്ഷേ ഇവിടെ സ്ഥിതി മറിച്ചാണ്. ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ലോക നേതാക്കളെല്ലാം തന്നെ അപലപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സ്ഥലത്തിൽ, അതായത് 26 പേരുടെ ജീവൻ എടുത്ത പഹൽഗാം ഭീകരാക്രമണം, അതിനോട് ആ ഒരു സംഭവത്തിൽ ഇന്ത്യയോടുള്ള അനുഭാവവും മരണപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികളും നേരുന്നു എന്ന തരത്തിലാണ് ലോക നേതാക്കൾ ഈ ഒരു കാര്യത്തിൽ അവരുടെ വിമർശനം അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞേക്കുന്നത്. ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഇനി പറയുന്നത്. അതായത് ഈ സംയുക്ത പ്രമേയത്തിൽ പറയുന്ന ഒരു വാചകം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകരും അതേപോലെ അണിയറ പ്രവർത്തകരും പിന്നെ അതിൻ്റെ സ്പോൺസർമാരായിട്ട് ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ കാര്യത്തിലുള്ള ശക്തമായ നിലപാട് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സംയുക്ത പ്രമേയത്തിലെ ഉള്ളടക്കം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്തിയ പ്രസംഗത്തിൽ അത് ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഭീകരവാദികളെയും വിഘടനവാദികളെയും സ്ഥാപിത താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല. പരോക്ഷമായി പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഷഹ്ബാസ് ഷെരീഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പറയുന്നതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമാണ്. ഭീകരവാദികളെയും വിഘടനവാദികളെയും സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പോ മറ്റാണെന്ന് തോന്നുന്നു, അസീം മുനീർ കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ തീവ്രവാദ പരിപാടികളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന തരത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു. അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന് വ്യാഖ്യാനിച്ച ആളാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ. അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറയുന്നത്: സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭീകരവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. എല്ലാ തരത്തിലുള്ള ഭീകരവാദവും അതിൻ്റെ പ്രസ്ഥാനവൽക്കരണവും, അതായത് ചില സംഘടനകളുടെ രൂപത്തിൽ, ആശയം മാത്രമല്ല, ചിലതൊക്കെ ചില സംഘടനകളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, അതും അംഗീകരിക്കാനാവില്ല. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പറ്റില്ല. അതിപ്പോൾ നേരത്തെ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തൊരു നിലപാടാണ്. ഈ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പ് അംഗീകരിച്ചു കൊടുക്കാനൊക്കില്ല. ചില രാജ്യങ്ങൾ സൗകര്യപൂർവ്വം ചില രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നു, എന്നാൽ ചില രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു. അത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് അത് പരോക്ഷമായി ചൈനയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അതിനെ പരോക്ഷമായി അതിനെ പുറകോട്ട് വലിക്കുന്ന ഒരു നിലപാടാണ് ചൈന കാലാകാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ കാര്യത്തിൽ ഇന്ത്യക്കുള്ളത്. ആ സാധനം ഇപ്പോൾ പ്രമേയത്തിലൂടെ, ആ ഒരു നിലപാട് പ്രമേയത്തിലൂടെ അംഗീകരിക്കുക വഴി ചൈനയ്ക്കും ഉള്ളൊരു മറുപടിയായിട്ട് അത് മാറുകയാണ്. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇന്ത്യ ഒരു 4 പതിറ്റാണ്ടായി ഈ ഭീകരവാദത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെ ഈ ഭീകരവാദത്തിൻ്റെ
ഫലമായിട്ട് നഷ്ടമായിട്ടുണ്ട്. പഹൽഗാമിൽ കണ്ടത് ഇത്തരം ഒരു പ്രവൃത്തിയുടെ, ഈ തരം ഭീകര പ്രവൃത്തിയുടെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ്. നമുക്കറിയാമല്ലോ, പഹൽഗാമിൽ മതം നോക്കിയാണ് ആളുകളെ ഇരകളായി തിരഞ്ഞെടുത്തത്. അതായത് മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന തരത്തിൽ, അതായത് മതഭീകരവാദമാണ് അവിടെ നടന്നത്. അതിൻ്റെ അത്തരത്തിലൊരു വൃത്തികെട്ട മുഖമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ കണ്ടത്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പല സുഹൃത്തുക്കളും, അതായത് ഇന്ത്യയുമായിട്ട് സൗഹൃദമുള്ള പല രാഷ്ട്രങ്ങളും ഇന്ത്യക്കൊപ്പം നിന്നു. ഇത് ഇന്ത്യക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണമായിട്ടല്ല നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന് നേരെ ഉണ്ടായ ഒരു ആക്രമണം, ഒരു ഭീകരാക്രമണമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇത് ഇന്ത്യക്ക് മാത്രമുണ്ടായ ഒരു പ്രശ്നമല്ല, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നേരെയുള്ള ഒരു ആക്രമണമായി ഈ ഒരു സംഭവത്തെ കാണണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇനി ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നു. അതായത് ചില രാജ്യങ്ങൾ എല്ലാത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നില്ല. ചിലർ ഭീകരവാദത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ നിലപാട് അംഗീകരിക്കാനാകുന്നുണ്ടോ? ഷഹബാസ് ഷെരീഫിനെ വേദിയിലിരുത്തിയിട്ടാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് അംഗീകരിക്കാനാകുമോ? ഇല്ല. പിന്നെ സുരക്ഷയും അതേപോലെ തന്നെ സമാധാനവും അത് ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ ഒരു വഴിയിലെ ഏറ്റവും വലിയ മുള്ള് അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്നത് ഭീകരവാദമാണ്. ഇത് ഒരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട്. ഭീകരവാദം വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ എല്ലാവരും ഒരുമിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നതെന്ന് നരേന്ദ്രമോദി പറയുന്നതും. ഭീകരവാദത്തെ ഏത് രൂപത്തിലും നിറത്തിലുമുള്ളതാണെങ്കിൽ അതിനെ ചെറുക്കണം. ഇത് മനുഷ്യരാശിയോടുള്ള ഉത്തരവാദിത്തമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ പ്രസംഗത്തിലുള്ള പ്രസക്ത ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പ്രമേയമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിന് ലോക നേതാക്കളെല്ലാം തന്നെ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് വന്നു. നേരത്തെ ഈ കാര്യത്തിൽ വിയോജിപ്പുള്ള ചൈന പോലും അതിനെ അംഗീകരിക്കുന്ന നിലപാട് വന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പങ്കെടുത്ത ഒരു യോഗം കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയും ഷീ ജിങ് പിങ് ഇന്ത്യക്ക് ഭീകരവാദത്തിനെതിരായുള്ള, അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ചൈനയുടെ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയെപ്പോലെ തന്നെ ചൈനയും ഇപ്പോൾ ഭീകരവാദത്തിൻ്റെ ഇരയാണ് എന്നുള്ളതാണ് ചൈനയുടെ പക്ഷം. കാരണം ഇസ്ലാമിക തീവ്രവാദം ചൈനയിലും വല്ലാണ്ട് രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്ക് ഒരു പിന്തുണ എന്ന രീതിയിലാണ് ചൈന ആ കാര്യത്തിലും പ്രതികരിച്ചത്. ഏതായാലും സംയുക്ത പ്രസ്താവന വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാകുകയാണ്. ചൈന ഏതാണ്ട് ഈ കാര്യത്തിൽ തന്ത്രപരമായൊരു നിലപാടെടുക്കുന്നു. ഇന്ത്യയെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് ചൈനയും എത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം കാഴ്ചക്കാരൻ നേരത്തെ ഒരു ദൃശ്യവും പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോക നേതാക്കളെ കാണുന്നു, അവരുമായിട്ട് ഹസ്തദാനം ചെയ്യുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, കുശലം പങ്കിടുന്നു. ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ആ ഒരു കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി മാത്രം നിൽക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം അത് വളരെ പ്രബലമാവുന്നു. അതിനോട് അനുഭവമുള്ള രാജ്യങ്ങൾ, ഏതാണ്ട് 20ഓളം രാജ്യങ്ങളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാം തന്നെ ഈ ഒരു സഖ്യത്തിൻ്റെ ഭാഗമാകുക, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയ്ക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഷാങ്ഹായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.